കാസർഗോഡിന്റെ വഴി മുടക്കി റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതിന് പിന്നാലെ നടവഴി കൂടി അടച്ചതാണ് യാത്രാ ദുരിതത്തിന് കാരണമാകുന്നത്. അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് കടുത്ത യാത്രാ ദുരിതമാണ്. നേരത്തെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട ഇവിടെ വഴികൂടി അടച്ചതാണ് ദുരിതം വർദ്ധിപ്പിക്കുന്നത്. നൂറുകണക്കിന് വീടുകളും ആരാധനാലയങ്ങളുമുണ്ട് ഈ പ്രദേശത്ത്. 1907 റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചപ്പോൾ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഗേറ്റ് ഉണ്ടായിരുന്നു. റെയിൽവേ പാത ഇരട്ടിപ്പിച്ചതിനു ശേഷവും വാഹനങ്ങൾ സഞ്ചരിക്കാൻ ഗേറ്റുകൾ തുറന്നുകൊടുത്തിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഗേറ്റ് അടച്ചിട്ടത്. വെങ്കിടരമണ ക്ഷേത്രത്തിലേക്കും ഗിളർ ജുമാ മസ്ജിദിലേക്കും പ്രാർത്ഥനയ്ക്കും, സ്കൂൾ, മദ്രസ, ഹോസ്പിറ്റലിലേക്കും ടൗണിലേക്കും മരണപ്പെട്ടവരെ ശ്മശാനങ്ങളിലേക്കും പള്ളിയിലേക്കും കൊണ്ടുപോകുവാനും ഉപയോഗിച്ചിരുന്ന വഴി റെയിൽവേ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നിരവധി പേര് പോകുന്ന ഒരു വഴിയാണ് ഇന്ന് അടിച്ചുപൂട്ടിയത് മൂലം 5 നേരം പള്ളിയിലേക്കും മറ്റും അതേപോലെ തന്നെ സ്കൂളിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും രോഗികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം ഇതിലെ കൂടിയിട്ട് വാഹനം പോകാനല്ല, ഒരു ആൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി സംവിധാനം ഉണ്ടാക്കി തരണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-ക്ക് ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകി. നടന്നു പോകാനുള്ള വഴി അനുവദിച്ചു തരണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.